Good morning. Welcome to today's English class. In the last class, we discussed in detail about the rules that you have to follow while you are doing if clause. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഫ് ക്ലോസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പഠിച്ചത്. അതിൽ ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അതിന്റെ ഗ്രാമാറ്റിക്കൽ റൂൾസ് നമ്മൾ ബോക്സ് വരച്ച് ഉദാഹരണ സഹിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ക്ലോസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കാണണം. അപ്പോൾ ടീച്ചർ ഒരു ഹോംവർക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു. I have asked you to complete the homework that is on your textbook. I think you have completed your homeworks. So today, as a beginning, I just want to discuss all those activities before starting our new class. Okay. So open your textbook, page number 63. Page 63 ടീച്ചർ ഹോംവർക്ക് തന്നിരുന്നു. ആ ഡി ആക്ടിവിറ്റിയാണ് ടീച്ചർ ഹോംവർക്ക് തന്നിരുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആൻസർ ടീച്ചർ ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ശരിയാണ് എന്ന് ഒന്ന് ഉറപ്പുവരുത്താം. ശരി, ആക്ടിവിറ്റി ഇതായിരുന്നു. കംപ്ലീറ്റ് ആൻസേഴ്സ് യൂസിംഗ് ദ വേർഡ് ഓർ വേർഡ്സ് ഇൻ ക്യാപിറ്റൽസ്. ദ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അവിടെ ഒരു ചോദ്യവും അതിന്റെ ആൻസറും തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം നമ്മൾ ഇഫ് ക്ലോസ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്കൊരു മോഡൽ നോക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്? 100 ഡിഗ്രിയിൽ ചൂടാക്കിയാൽ വെള്ളത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തൊട്ടടുത്തായിട്ട് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ അതിന്റെ ആൻസറും കാണാം. 100 ഡിഗ്രിയിൽ ചൂടാക്കിയാൽ വെള്ളത്തിന് എന്ത് സംഭവിക്കും? യെസ്, ഇറ്റ് വിൽ ബോയിൽ. അത് തിളയ്ക്കും അല്ലെ. എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്? If we heat water to 100 degrees Celsius, it will boil. ഇത് ഏത് ടൈപ്പിൽ വരുന്നതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? യെസ്, ഇത് റിയൽ കണ്ടീഷൻ, അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ക്ലോസസിൽ വരുന്നതാണ്. കാരണം നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിൽ ഇറ്റ് വിൽ ബോയിൽ എന്ന് പറയുന്ന നമ്മുടെ ക്ലോസിൽ വിൽ കണ്ടപ്പോൾ നമുക്ക് അത് മനസ്സിലായി. ഇപ്പുറത്ത് വി ഹീറ്റ് എന്നാണ്, അത് പ്രസന്റ് ടെൻസിലാണ്. ഇപ്പുറത്ത് ഫ്യൂച്ചർ ടെൻസിലാണ് അല്ലെങ്കിൽ വില്ലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ അടിയിലുള്ളതെല്ലാം തൊട്ട് താഴെയുള്ളതെല്ലാം ഇതേ രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ടൈപ്പിൽ തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് നോക്കാം. What does water turn into when we boil it? അതായത് തിളച്ച വെള്ളത്തിനെ വീണ്ടും ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഉത്തരം ക്യാപിറ്റൽ ലെറ്ററിൽ അതിന് നേരെ തന്നിട്ടുണ്ട്. സ്റ്റീം, നീരാവി വരും അല്ലെ, സ്റ്റീം വരും. അപ്പൊ എങ്ങനെ എഴുതാം? If we boil the water, it will turn into steam. അങ്ങനെയാണോ എഴുതിയത്? ശരി, അടുത്തത് നോക്കാം. What happens when we cool the steam? ഈ നീരാവിയെ തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതെന്ത് ചെയ്യും? അത് തിരിച്ചു വെള്ളമായിട്ട് മാറും അല്ലെ. അവിടെ ക്യാപിറ്റൽ ലെറ്റർ ടേൺ ബാക്ക്, അത് തിരിച്ച് എന്തായി മാറും? വെള്ളമായിട്ട് മാറും. If we cool the steam, it will turn back into water. Yes. What happens when we heat a piece of metal? ഒരു മെറ്റലിന്റെ പീസിനെ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന് നേരെ തന്നിട്ടുണ്ട് എക്സ്പാൻഡ് ആവും അല്ലെ. യെസ്, ഇഫ് വി ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയത്? ശരി. What happens when we cool a piece of metal? ആ മെറ്റലിനെ നമ്മൾ വീണ്ടും തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? That will contract അല്ലെ. If we cool a piece of metal, it will contract. Yes. The last one. What happens when we freeze water? വെള്ളത്തിനെ ഫ്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ആവും, ഐസായിട്ട് എക്സ്പാൻഡ് ആയിട്ട് മാറും അല്ലെ. If we freeze water, it will expand. Hope you understood the usage of if clause. Now we can move to the usage of as if. ആസിഫിന്റെ ഉപയോഗമാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഹൈസ്കൂളിലൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 7ാം ക്ലാസ്സിൽ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതേവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടില്ല. സ്റ്റിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ യൂസേജ് ഓഫ് ആസിഫ്. ഓക്കെ, ലുക്ക് ഇൻടു ദ ബോർഡ്. ആസിഫ് എന്നതിന്റെ മീനിങ് എന്ന പോലെ എന്നുള്ളതാണ് അല്ലെ. ഒരു എക്സാമ്പിൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്, അത് നോക്കൂ. ഹി സ്പീക്സ് ആസ് ഇഫ് ഹി വർ എ ഡോക്ടർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹി സ്പീക്സ് ആസ് ഇഫ് ഹി വർ എ ഡോക്ടർ. അദ്ദേഹം ഒരു ഡോക്ടർ എന്ന പോലെ
സംസാരിക്കുന്നു. അപ്പോ അതിന്റെ അർത്ഥം അദ്ദേഹം ശരിക്കും ഡോക്ടറാണോ? അല്ല, അല്ലെ? അപ്പോ എന്ന പോലെ, അതുപോലെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആസ് ഇഫ് ഉപയോഗിക്കുന്നത്. ആസ് ഇഫ് മിക്കതും ഒരു കൺജങ്ഷൻ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. കൺജങ്ഷൻ ആയിട്ടാണ് മെയിൻ ആയിട്ടും ആസ് ഇഫ് ഉപയോഗിക്കുന്നത്. എന്താണ് കൺജങ്ഷൻ? രണ്ട് സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ സെന്റൻസ് ആക്കാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺജങ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആസ് ഇഫും ഒരു കൺജങ്ഷൻ ആയി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലും ഒരുപാട് റിയൽ, അൺറിയൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പല ടൈപ്പ് ആസ് ഇഫുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആസ് ഇഫ് പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ആസ് ഇഫിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇവിടെ ആസ് ഇഫിനെ നിങ്ങൾക്ക് കാണാം, അല്ലെ? ആസ് ഇഫിന്റെ രണ്ട് സൈഡിലും, അതായത് ബോത്ത് സൈഡ്സ് യു ക്യാൻ സീ ടു ക്ലോസസ്. ഈ സൈഡിൽ ഒരു ക്ലോസ് ഉണ്ട്, ഈ സൈഡിലും ഒരു ക്ലോസ് ഉണ്ട്. അങ്ങനെ ഈ രണ്ട് ക്ലോസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് നിർത്തുന്നതാണ് ആസ് ഇഫ് എന്ന് പറയുന്നത്. ഒരു ക്ലോസിൽ ഒരു സബ്ജക്റ്റും സ്വന്തമായിട്ട് ഒരു വെർബും ഉണ്ടായിരിക്കണം എന്നാണ് കണ്ടീഷൻ. ഇവിടെ ഹി എന്താണ്? സബ്ജക്റ്റ് ആണ്. സ്പീക്സ് എന്നാലോ വെർബാണ്, അല്ലെ? ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വെർബാണ്. ആസ് ഇഫ് ഉപയോഗിച്ചു, ഇനി അപ്പുറത്ത് ഇതേപോലെ സബ്ജക്റ്റും വെർബും ഉണ്ടോ? അതാ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, വേർ എന്ന് പറയുന്നത് വെർബാണ്. അപ്പോ ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ളത്. ഇവിടെ പ്രസന്റ് ആവുമ്പോൾ ഇവിടെയും പ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അർത്ഥത്തിനനുസരിച്ച് ഇതിൽ ആസ് ഇഫിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ടീച്ചർ പറയാം. ആദ്യത്തെ ആസ് ഇഫിലെ ആദ്യത്തെ വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ, വെർബിന്റെ കൂടെ എസ് വന്നാൽ അത് പ്രസന്റ് ടെൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എസ് വി എഗ്രിമെന്റ് പഠിച്ചപ്പോ. അപ്പോ ആസ് ഇഫിന് തൊട്ട് മുമ്പുള്ള വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആസ് ഇഫ് കഴിഞ്ഞു വരുമ്പോൾ ആ വെർബിന്റെ V2 അല്ലെ V3 രൂപം, V2 രൂപം ഉപയോഗിക്കണമെന്നാണ്. അതായത് പാസ്റ്റ് രൂപം ഉപയോഗിക്കണം. ഇവിടെ V1 ആണെങ്കിൽ ഇവിടെ V2 ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു നിയമം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് സെന്റൻസുകൾ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള സെന്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കണ്ടീഷനിലുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥവും ഇത് കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യവും, രണ്ട് ആസ് ഇഫിന്റെ രണ്ട് സൈഡിലും ഓരോ ക്ലോസസ് ഉണ്ട് എന്നുള്ള കാര്യവും, ഇവിടെ ആസ് ഇഫിന്റെ തൊട്ട് പിറകിലുള്ള വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ശേഷം ഉപയോഗിക്കുന്നത് V2 അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ആയിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാം. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാത്തത്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഹി സ്പീക്സ് ആസ് ഇഫ് ഹി ന്യൂ ദ സബ്ജക്ട്. ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിയാമെന്നത് പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പൊ അയാൾക്ക് ശരിക്കും അതിനെപ്പറ്റി അറിയോ? ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള അർത്ഥം കിട്ടുന്നതുള്ള സെന്റൻസുകൾക്ക് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഈ ആദ്യത്തെ സെന്റൻസിൽ നിങ്ങൾ മിക്ക കുട്ടികളും സംശയം ചോദിക്കാറുള്ളതാണ്, എന്തുകൊണ്ടാണ് ടീച്ചർ ഹി കഴിഞ്ഞിട്ട് വേർ ഉപയോഗിച്ചത് എന്ന്. ഹി സിംഗുലർ അല്ലേ? നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. വേർ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള പ്ലൂറൽ ഫോം ആണ്, അല്ലെ? വേർ ആണ് പ്ലൂറൽ. അപ്പോ പാസ്റ്റ് ടെൻസിലുള്ള നമ്മുടെ വേറിന്റെ സിംഗുലർ ഫോം ഏതാണ്? വാസ് ആണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്, അല്ലെ? ഹി വാസ് എന്നാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. ചില സ്ഥലത്ത് അങ്ങനെ ഉപയോഗിച്ച് കാണാറുമുണ്ട്. എന്നാലും ഒരു 90% അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെന്റൻസുകൾ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഈ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ബിയുടെ ഫോം ആണെങ്കിൽ, ഇത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മളിവിടെ പ്ലൂറൽ തന്നെയാണ് ഉപയോഗിച്ച് കാണാറുള്ളത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് വേർ ഉപയോഗിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. ആസ് ഇഫിന്റെ ഉപയോഗത്തിൽ ഹി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലൂറൽ ഫോമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അത് വേർ പോലെയുള്ള. ഇവിടെ നോക്കൂ, ആസ് ഇഫ് ഹി ന്യൂ ദ സബ്ജക്ട്. ഇവിടെ ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ബിയുടെ ഫോം ആണ് ഇവിടെ എന്തായിട്ട് വന്നിട്ടുള്ളത്? വെർബായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലൂറൽ ഉപയോഗിച്ചത്. നമുക്കറിയാം വെർബിനെ സിംഗുലറും പ്ലൂറലും ആക്കാൻ പറ്റുന്നത് പ്രസന്റ് ടെൻസിൽ മാത്രമാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിൽ നമുക്ക് അങ്ങനെ സിംഗുലറും പ്ലൂറലും ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ V2 നോയിന്റെ V2 ആണ് ന്യൂ എന്ന് പറയുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുമായിരിക്കാം. കാരണം ടീച്ചർ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് കൊണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും തരാത്തത് കൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആസ് ഇഫ് ഒരു കൺജങ്ഷനായി ഉപയോഗിക്കുന്നു.
രണ്ട് ക്ലോസുകൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ആസിഫിന്റെ ഉണ്ടാവും എന്ന പോലെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു അൺറിയൽ കണ്ടീഷനാണ് മിക്കതും ഇത് സൂചിപ്പിക്കുന്നത്. ആസിഫിന്റെ തൊട്ട് മുമ്പിലുള്ള വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആസിഫിന് ശേഷം വരുന്ന വെർബ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ് മാക്സിമം കണ്ടുവരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 63. Read the following sentence from the story The Song of the Songs. Song of the Songs-ലെ ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്. Both Akbar and Tansen listened to him as if they were hypnotized. ഇവിടെ നമുക്ക് കാണാം ആസിഫിന്റെ തൊട്ട് മുമ്പിലുള്ള വെർബ് പാസ്റ്റ് ടെൻസ് ഉള്ളതാണ്. ലിസൺഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ആണ്. ഇവിടെ സിംപ്ലി ദേ വേർ വെറുതെ V2 ഉപയോഗിച്ച് കാണാറുണ്ട്. ചില സെന്റൻസിൽ ഹാഡ് പ്ലസ് V3യും കാണാറുണ്ട്. അപ്പൊ മിക്ക സെന്റൻസുകളും ആസിഫ് പല രീതിയിൽ കണ്ടുവരാറുള്ളത് കൊണ്ടാണ് ടീച്ചർ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയാത്തത്. ഇവിടെ പാസ്റ്റ് വരുമ്പോൾ അപ്പുറത്ത് ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ച് കാണാറുണ്ട്, സിംപ്ലി പാസ്റ്റ് ഉപയോഗിച്ചും കാണാറുണ്ട്. കൂടുതൽ തല പുകയ്ക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഈ എക്സാമ്പിളുകളിലൂടെ കടന്നു പോകാം. അപ്പൊ നമുക്ക് നോക്കാം. Both Akbar and Tansen listened to him as if they were hypnotized. ഇനി നമുക്ക് താഴെ കുറച്ച് സെന്റൻസുകൾ തന്നിരിക്കുന്നു, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. The teacher asked Rahul a question. Rahul got up from his place. He looked as if he knew the answer. ടീച്ചർ രാഹുലിനോട് ഒരു ചോദ്യം ചോദിച്ചു. രാഹുൽ എഴുന്നേറ്റ് നിന്നു. അവൻ നിൽക്കുന്നത് കണ്ടാൽ അവൻ ആൻസർ അറിയാമെന്നതുപോലെ തോന്നും. അപ്പൊ അവൻ ശരിക്കും ആൻസർ അറിയോ? ഇല്ല. Did Rahul know the answer? അപ്പൊ രാഹുലിന് ശരിക്കും ആൻസർ അറിയോ? ശരി. Arun woke up at 10 in the morning. അരുൺ എഴുന്നേറ്റത് രാവിലെ 10 മണിക്കാണ്. He slowly put on his dress and go out for a walk. അവൻ തന്റെ പതുക്കെ ഡ്രസ്സൊക്കെ ഒരു എന്താ പറയാ വാക്കിംഗ് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് നടക്കാനായിട്ട് ഇറങ്ങി. He looked as if he hadn't slept for days. ഒരുപാട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് അവന്റെ നടപ്പ് കണ്ടാൽ തോന്നും. ഈ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആസിഫിന് തൊട്ട് മുമ്പിലുള്ള വെർബ് പാസ്റ്റ് ടെൻസിലാണ്, തൊട്ടപ്പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നതോ ഹാഡ് പ്ലസ് V3 ഹാഡ് സ്ലെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ രണ്ട് തരത്തിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പാസ്റ്റ് ടെൻസ് വരുമ്പോ കേട്ടോ. He hadn't slept for days. Did Arun have a good sleep? അതിനർത്ഥം അവൻ ഇതേവരെയായിട്ടും അവന് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടില്ല എന്നാണോ? അല്ല, കാലത്ത് 10 മണിക്കാണ് എഴുന്നേറ്റത്, വൈകി എഴുന്നേറ്റതാണ്. പക്ഷെ അവന്റെ നടത്തം കണ്ടാൽ കുറെ നാളായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നും. അടുത്തത്, John treats Mary as if she were his servant. ജോൺ മേരിയോട് പെരുമാറുന്നത് കണ്ടാൽ ഒരു വേലക്കാരിയോടെന്ന പോലെയാണ് ജോൺ മേരിയോട് പെരുമാറുന്നത്. ഈസ് മേരി ജോൺ സെർവന്റ്? അപ്പൊ അതിനർത്ഥം ഈ മേരി ജോണിന്റെ സെർവന്റ് ആണോ? നോ, അല്ലെ? പക്ഷെ അതുപോലെ പെരുമാറുന്നു. ഇവിടെ നിങ്ങൾ കണ്ടു ആ സെന്റൻസ് ഷീ വേർ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടു. ഷീ സിംഗുലർ ആണെങ്കിലും ബിയുടെ ഫോം വന്നതുകൊണ്ട് അവിടെ വേർ എന്ന പ്ലൂരൽ ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അനിൽ ബിഹേവ്സ് ആസ് ഇഫ് ഹി ഓൺഡ് ദ ഹൗസ്. അനില് അത് ആ വീടിന്റെ ഉടമസ്ഥൻ എന്ന പോലെയാണ് പെരുമാറുന്നത്. ഈസ് അനിൽ ദ ഓണർ ഓഫ് ദ ഹൗസ്? അപ്പൊ ശരിക്കും അനിലാണോ ആ വീടിന്റെ ഓണർ? അല്ല. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത എല്ലാ സെന്റൻസുകളും ഒരുമിച്ച് തന്നിരിക്കുന്നു. നമ്മളൊന്ന് വായിച്ചു നോക്കാനായിട്ട് പറയുന്നു. He looked as if he knew the answer. He looked as if he hadn't slept for days. John treats Mary as if she were his servant. Anil behaves as if he owned the house. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത സെന്റൻസ് ഒന്നിച്ച് തന്നിരിക്കുന്നു മാത്രം. അവിടെ ചെറിയൊരു ലാംഗ്വേജ് നോട്ട് ഉണ്ട്, നമുക്കൊന്ന് വായിക്കാം. We use the past tense after as if to indicate improbability or doubt. As ifന് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് തീരെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. Both as if and as though means the same. The as ifന്റെ അതേ മീനിങ്ങിൽ തന്നെയാണ് as though എന്ന് പറഞ്ഞ ഒരു ഗ്രാമർ ഉണ്ട്, അതും ഇതേ മീനിങ്ങിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. Clause that start with as if or as though describe an unreal or improbable situation if they are followed by a past tense. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. ഇനി അടുത്തത്, as if as though is used to describe how a situation seems to be. ഒരു സന്ദർഭം എങ്ങനെ കാണപ്പെടുന്നു
അവൻ അതുപോലെ കണ്ടു, അല്ലെങ്കിൽ അവൻ ഇതുപോലെയാണ് കാണപ്പെട്ടത് എന്നുള്ള ഒരു കണ്ടീഷനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ആസ് ഇഫ് നമ്മൾ അല്ലെങ്കിൽ ആസ് ദോ ഉപയോഗിക്കുന്നത്. ടീച്ചർ നേരത്തെ പറഞ്ഞത് ഒന്ന് സമ്മറൈസ് ചെയ്തു എന്ന് മാത്രം. ഇതിൽ ഒന്നുകൂടി ഡിനോട്ട് ചെയ്ത് പറയുന്നത് പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അൺറിയൽ കണ്ടീഷൻ, ഒരു ഇംപ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡൗട്ടിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. She looked as if she knew the answer. She looked as if she knew the answer. ഒരു ഡൗട്ടാണ് അത് കാണിക്കുന്നത് അല്ലെ. അവള് ഒരു ആൻസർ അറിയാവുന്നവളെ പോലെ കാണപ്പെട്ടു. ശരിക്കും അവൾക്ക് ആൻസർ അറിയോ? ഇല്ല. അപ്പോൾ ഡൗട്ടിനെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു. രണ്ട് സൈഡിലും നമ്മൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് താഴെ ചെറിയൊരു എക്സസൈസ് തന്നിരിക്കുന്നു, നമുക്ക് നോക്കാം. ആസ് ഇഫ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. He is rich but he walked. ഇനി ആസ് ഇഫ് ഉപയോഗിക്കണം അല്ലെ. അവൻ പുവർ അല്ലെ, അവൻ റിച്ച് ആണ് പക്ഷെ ഒരു പാവപ്പെട്ടവനെ പോലെയാണ് അവൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെ ഉപയോഗിക്കാം? ആസ് ഇഫ് he were poor അല്ലെ. ഹി കഴിഞ്ഞ വേറല്ലേ ഉപയോഗിക്കേണ്ടത്. he walked പാസ്റ്റ് ആണ്. അപ്പൊ ഇപ്പുറത്ത് നമ്മള് ആസ് ഇഫ് he were poor എഴുതിയില്ലേ. അടുത്ത രാജു ട്രീറ്റ്സ് റോയ്. ഇനി സെർവന്റിനെ പോലെ. രാജു റോയിനെ സെർവന്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. രാജു ട്രീറ്റ്സ് റോയ് ആസ് ഇഫ് he were his servant. സെർവന്റിനെ പോലെയാണ് പെരുമാറിയത്. We laughed as if ഒരു ജോക്ക് കേട്ടതുപോലെ ചിരിച്ചു എന്നർത്ഥം വരണമെങ്കിൽ ആസ് ഇഫ് we heard a joke. As if we heard a joke. നാലാമത്തത് he lay on the floor as if he were dead. മരിച്ചവനെ പോലെയാണ് അവൻ ഫ്ലോറിൽ കിടക്കുന്നത്. മനസ്സിലായോ? ആസ് ഇഫ് ചെറുതായിട്ടെങ്കിലും ഉപയോഗിക്കാൻ നമ്മൾ ഈ കുറച്ച് എക്സാമ്പിൾസും കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആസ് ഇഫിന്റെ ഉപയോഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത രണ്ടെണ്ണം ലിസണിങ് ടാസ്കുകളാണ്. അതൊരു ഓഡിയോ കേൾപ്പിച്ചൊന്ന് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. ക്ലാസ്സിലാണ് കുറച്ചും കൂടി ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നടത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ രണ്ട് ആക്ടിവിറ്റിയും സ്കിപ്പ് ചെയ്യാണ്. നമുക്കിനി 12ാമത്തെ എഡിറ്റിംഗിലേക്ക് പോവാം. ടേക്ക് പേജ് നമ്പർ 66 എഡിറ്റിംഗ്. എഡിറ്റിങ്ങിനെ കുറിച്ച് ടീച്ചർ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഈ പാസേജ് ആദ്യം മുഴുവൻ നമുക്ക് പറയാറുണ്ട് ടീച്ചർ, എഡിറ്റിങ്ങിന് വേണ്ടി ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ ആദ്യം ആ പാസേജ് 2-3 തവണ വായിച്ചു നോക്കാം. ആ മൊത്തം പാസേജ് ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. ഓരോ സെന്റൻസും ഏത് ടെൻസിലാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലെ വെർബുകളെയൊക്കെ നോക്കുക. എന്നിട്ട് കറക്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കുക. അപ്പൊ ടെൻസ് ഫോമുകളൊക്കെ അത്യാവശ്യം അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ എഡിറ്റിംഗിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിയാലോ. കല്യാണി ഡിസൈഡ് ടു ടേക്ക് പാർട്ട് ഇൻ പായസം മേക്കിംഗ് കോൺടെസ്റ്റ്. കല്യാണി തീരുമാനിച്ചിട്ടുണ്ട്. കല്യാണി തീരുമാനിച്ചു, അതായത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമല്ല, അതായത് പ്രസന്റ് ടെൻസിൽ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ കല്യാണി എന്ന് പറഞ്ഞ സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ കല്യാണി ഡിസൈഡ് മതിയോ? ഡിസൈഡ്സ് എന്ന് വേണം അല്ലെ. കല്യാണി ഡിസൈഡ്സ് ടു ടേക്ക് പാർട്ട് ഇൻ പായസം മേക്കിംഗ് കോൺടെസ്റ്റ്. കല്യാണി പായസം മേക്കിംഗ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹർ ഡോഗ്സ് ഓൾസോ ഗോസ് വിത്ത് ഹർ. അവളുടെ നായ്ക്കളും. ഡോഗ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ്. അപ്പൊ ഗോസ് ആണോ വെക്കേണ്ടത്? അല്ല, ഗോ ആണ് വെക്കേണ്ടത്. പ്ലൂരൽ അല്ലെ. ഗോ വിത്ത് ഹർ. ഇനി ഇഫ് ക്ലോസ് വന്നിരിക്കുന്നു. ഇഫ് ഐ വൺ ദ ഫസ്റ്റ് പ്രൈസ് ഐ വിൽ ഗിവ് ദം എ ഗുഡ് ഗിഫ്റ്റ്. ഇതില് ഇഫ് ക്ലോസിന്റെ ഭാഗത്താണ് തെറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ മെയിൻ ക്ലോസ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. കാരണം മെയിൻ ക്ലോസിന്റെ അടിയിലൊന്നും വരച്ചിട്ടില്ല. മെയിൻ ക്ലോസിൽ ഏതാണ് ടെൻസ് ഫോം? വില്ല് തന്നിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ടൈപ്പ് ആണെന്ന് മനസ്സിലായി. ഇപ്പുറത്തെ വില്ലാണെങ്കിൽ അപ്പുറത്തെ ഏത് ടെൻസാ ഉപയോഗിക്കേണ്ടത്? പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? വൺ. അത് V2 ഫോം ആണ്, പാസ്റ്റ് ഫോം ആണ് അല്ലെ. അപ്പൊ അതിന്റെ V1 രൂപ ഏതാണ്? അതിന്റെ പ്രസന്റ് ടെൻസ് ഏതാണ്? വിൻ എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ ഇഫ് ഐ വിൻ ദ ഫസ്റ്റ് പ്രൈസ് ഐ വിൽ ഗിവ് ദം എ ഗുഡ് ഗിഫ്റ്റ് ഷീ തിങ്സ്. മെനി വുമൻസ്. അങ്ങനെ ഒരു വാക്കുണ്ടോ? വുമൻസ്. വുമൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂരൽ ആണ്, പിന്നെ എസ് ചേർക്കില്ല അല്ലെ.
അതാണ് അവിടുത്തെ തെറ്റ്. Many women have assembled there. The payasam making contest begin. പായസം മേക്കിംഗ് കോണ്ടസ്റ്റ്, പായസം ഉണ്ടാക്കുന്ന ആ ഒരു മത്സരം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോ ബിഗിൻ മതിയോ? ബിഗിൻസ് വേണം അല്ലെ? begins and everybody eagerly participates. Finally, the judges announces. Judges plural ആണ്. അപ്പൊ തൊട്ടടുത്തുള്ള വെർബോ എസ് പാടുണ്ടോ? ഇല്ല. അപ്പോ announce എന്നേ പാടും. The judges announce the results. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? കാരണം സബ്ജക്ട് വെർബ് അഗ്രിമെന്റും ഇഫ് ക്ലോസും ഒക്കെ നമ്മൾ മുമ്പേ പഠിച്ചത് കൊണ്ടാണ് ടീച്ചർ ഇത് പറഞ്ഞു പോകുന്നത്. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ. ശരി. കല്യാണി വിൻ ദ ഫസ്റ്റ് പ്രൈസ്. കല്യാണി വിൻസ് ദ ഫസ്റ്റ് പ്രൈസ്. കല്യാണി സിംഗുലർ ആണ് അല്ലെ? ശരി. With the money she buys some biscuits and return home. കല്യാണി തന്നെയാണ് ബിസ്ക്കറ്റ് വാങ്ങിച്ചത്, കല്യാണി തന്നെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പൊ കല്യാണി സിംഗുലർ ആയതുകൊണ്ട് രണ്ടാമത് ആ പറയുന്ന വെർബും സിംഗുലറിൽ, അപ്പോ റിട്ടേൺസ്. മനസ്സിലായോ? ശരി. അപ്പോ നമ്മുടെ ഈ യൂണിറ്റ് കഴിയാൻ വേണ്ടി ഒരു ആക്ടിവിറ്റിയും കൂടി ബാക്കിയുണ്ട്. ആക്ടിവിറ്റി നമ്പർ 13. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. Some words with their letters scrambled and they are given in the brackets. You have to unscramble them and fill in the blanks. The first one is done for you. അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ബ്രാക്കറ്റിൽ ചില വാക്കുകളുടെ സ്പെല്ലിങ്ങുകൾ തെറ്റിച്ചു കൊടുത്തേക്കാം. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് ആ സ്പെല്ലിംഗ് കറക്റ്റ് ആയി ആ വേർഡ് നമ്മൾ എഴുതണം. നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കിക്കോളും, അതിനുശേഷം ആൻസർ നോക്കിയാൽ മതി. അപ്പൊ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതിനുശേഷം വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ. മെനി ഡാഷ് മേക്ക് ലൈറ്റ് ഡാഷ്. അവിടെ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. മെനി ഹാൻഡ്സ് മേക്ക് ലൈറ്റ് വർക്ക്. ഓക്കെ. രണ്ടാമത് നോക്കൂ. ഔട്ട് ഓഫ് ദ ഡാഷ് പാൻ ഇൻ ടു ദ ഡാഷ്. ബ്രാക്കറ്റിൽ രണ്ടെണ്ണം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ. കിട്ടിയായിരുന്നോ? ശരി. മൂന്നാമത്തത്. ഡോണ്ട് ഡാഷ് യുവർ ചിക്കൻ. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. വിരിയുന്നതിന് മുമ്പ് കൗണ്ട് ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിൽ. 4. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ ആ പ്രോവർബ് പഠിച്ചതാണ്. ഡാഷ് ഈസ് ദ ബെസ്റ്റ്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. 5. Dash speaks louder than dash. Actions speak louder than words. Hope you could find out all these activities correctly. Hope you enjoyed today's class. So we can meet in the next class with a new unit. Thank you.